എല്ലാ ദിവസവും every week, Tuesday and Thursday will be Malayalam session, will be translated into Hindi. Praise the Lord. Other days, all the days will be English section, English meeting. There was 3 translation, 2 translation last week. It will take a little bit time. അതാണ് ടൈം കുറച്ചെടുക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ലേഷൻ ആക്കാൻ വിചാരിച്ചു. Thursday there will be a translation in West African language, English to West African language. And next week or coming weeks onward, I'm praying to Lord to arrange conferences. Praise the Lord. There will be Zoom conferences as well as the physical conferences. Okay. So people, those who join here, എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന എല്ലാവരും പ്രൈസ് ദി ലോർഡ്. പ്രയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാൻ യേശുക്രിസ്തുവിനെ ഉത്സാഹിപ്പിക്കുന്നു. താങ്ക് യു ദ പീപ്പിൾ ദോസ് ആർ ജോയിൻ ചെയ്ത എല്ലാവരും യേശുക്രിസ്തുവിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് മലയാളത്തിലാണ് പ്രസംഗിക്കുന്നത്. മലയാളം എനിക്ക് ദിവസവും മലയാളത്തിൽ പ്രസംഗിക്കാനാണ് ഇഷ്ടം. ബുക്ക് ഓഫ് റോമൻസ് നമ്മുടെ അധികാരത്തെക്കുറിച്ചാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. വാട്ട് ഈസ് അവർ അതോറിറ്റി in Christ Jesus. We got a wonderful translator here, Sister Amida is joined here. We'll be translating to Hindi. നമ്മളെ കർത്താവ് നമുക്ക് തന്ന അധികാരത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. Sister, you can unmute and you can. കർത്താവ് തന്നിരിക്കുന്ന നമുക്ക് തന്ന അധികാരത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. आज हम प्रभु ने जो हमें अधिकार दिया है उसके बारे में हम बात करने जा रहे हैं. അതിൽ അനേകം ആൾക്കാർ കർത്താവിൻ്റെ വചനത്തിൽ മുന്നോട്ട് പോകാതിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൽ നമുക്ക് എന്ന അധികാരം നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ ചുമ്മാതിരിക്കുക. आज बहुत से लोग प्रभु के दिए हुए अधिकार में आगे क्यों नहीं बढ़ पा रहे हैं? क्योंकि उस अधिकार को हम इस्तेमाल नहीं कर रहे हैं, हम उसको लेकर ऐसे ही बैठे हैं. അപ്പം നമ്മൾ കർത്താവ് തന്നിരിക്കുന്ന അധികാരം നമ്മൾ അറിയുമ്പം നമ്മൾ ചുമ്മാതിരിക്കത്തില്ല. അധികാരമുള്ള ആൾക്കാരെ അധികാരം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. അതാണ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് എല്ലാവരും വിശുദ്ധാത്മ ഉത്സാഹിപ്പിക്കുന്നത് കേൾക്കുവാനായിട്ട്. तो प्रभु का जो अधिकार जिसको मिला है वो ऐसे यूं ही नहीं बैठा है. वो जो प्रभु ने अधिकार दिया है उसको हम इस्तेमाल करने की कोशिश करते हैं. यही वचन हमें सिखाता है. അതാണ്. അപ്പോൾ റോമക്കാർ ലേഖനം അതിൽ 1-ാം അധ്യായം, ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 1 വേഴ്സസ് 1, 2, 3 and 4. I would like to read that one. Book of Romans chapter 1 verses 1, 2, 3, 4. Those are watching online, you can also refer this Bible verse. I'll be preaching this verse. അതാണ് റോമക്കാർ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം, 1, 2, 3, 4 വാക്യം പറയുന്നത്. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പസ്തോലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമായിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ടവരുമായ വിശുദ്ധരുമായ സെയിൻസ്, വി ആർ ദ റൈച്ചസ്നെസ്, വിശുദ്ധരുമായി എല്ലാവർക്കും എഴുതുന്നത്. So can you read that one? Yes, हम पढ़ेंगे अभी रोमियो की पत्री उसका पहला अध्याय, उसका 1, 2, 3, 4 आयत. उसमें इस प्रकार लिखा है, पौलुस की ओर से जो यीशु मसीह का दास है और प्रेरित होने के लिए बुलाया गया और परमेश्वर के उस समाचार के लिए अलग किया गया है, जिसकी उसने पहले ही से अपने भविष्यद्वक्ताओं के द्वारा पवित्र शास्त्र में अपने पुत्र हमारे प्रभु यीशु मसीह के विषय में प्रतिज्ञा की थी. वह शरीर के भाव से तो दाऊद के वंश से उत्पन्न हुआ था और पवित्र आत्मा के भाव से मरे हुए में से जी उठने के कारण सामर्थ्य के साथ परमेश्वर का पुत्र ठहरा. അപ്പൊ ഇതിൽ നമ്മള് ഓൾറെഡി അവർ ഗോഡ് ഹസ് കോൾഡ് യു ആസ് ആൻ അപ്പോസ്റ്റൽസ് ആൻഡ് സെയിൻറ്റ്സ്. നമ്മൾ അപ്പോസ്റ്റലിനുമായിട്ടും അതേപോലെ തന്നെ വിശുദ്ധരുമായാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ യേശുക്രിസ്തു രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് നമ്മളെല്ലാവരും അപ്പോസ്തോല ഗണത്തിൽ, അതുപോലെ വിശുദ്ധ ഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. मतलब पहले ही परमेश्वर ने हम लोगों को एक बुलाहट के साथ बुलाया है. वो प्रेरित की बुलाहट है और एक पवित्र प्रजा की बुलाहट है जो परमेश्वर ने हमें बुलाहट को दी है और उसी बुलाहट के साथ परमेश्वर ने हम लोगों को बुलाया है. ആണ് ബൈബിൾ പറയുന്നത്, വി ആർ സെപ്പറേറ്റഡ് ടു ദ ഗോസ്പൽ ഓഫ് ഗോഡ്. നമ്മൾ ദൈവവചനത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണ്. അതേപോലെ നമ്മൾ കർത്താവിനാൽ വിളിക്കപ്പെട്ട ആൾക്കാരാണ്. इसलिए इस प्रकार लिखा है कि उस समाचार के लिए अलग किया गया है. मतलब हमें प्रभु के वचन के लिए, समाचार के लिए परमेश्वर ने अलग किया है. അനേകം ആൾക്കാർക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഒരു മടുപ്പ് വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ
കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കർത്താവ് വിളിച്ചിരിക്കുന്ന വിളി അവർ മറന്നു പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അവരുടെ സ്വന്തം എഫോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോസ്തലന്മാരൊന്നും സ്വന്തം എഫോർട്ട് ചെയ്തിട്ടില്ല. ഒരു പ്രവാചകന്മാരെ സ്വന്തം എഫോർട്ട് ചെയ്തിട്ടില്ല. അതിൽ ശിഷ്യന്മാരൊന്നും സ്വന്തം എഫോർട്ട് ചെയ്തിട്ടില്ല. അവര് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലല്ല പ്രവർത്തിച്ചത്. क्यों हम अपनी बुलाहट को भूल जाते हैं, क्योंकि हम संसारिक बातों पर ध्यान लगाते हैं, लेकिन प्रेरित लोग कभी भी खुद के प्रयत्न से कुछ नहीं करते थे। क्यों वो लोग खुद के प्रयत्न से नहीं करते थे? क्योंकि वो पवित्र आत्मा की सहायता से करते थे। वो कभी खुद की प्रयत्न से कोई भी काम को नहीं करते थे। പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രവർത്തിക്കുമ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവ് ചെയ്ത് നമ്മൾ പ്രസംഗിക്കുന്ന വചനം അത് സത്യമാണെന്ന് അത് പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കും. और पवित्र आत्मा की जब हम सहायता लेते हैं, पवित्र आत्मा की सामर्थ्य के द्वारा जब हम करते हैं, तो पवित्र आत्मा उन वचनों को जो हम बोलते हैं उसको साबित करता है कि हमने सत्य के वचन बोले हैं, हमने जो वचन बोला है वो सच्चा है, उसको पवित्र आत्मा साबित करता है। Book of Acts chapter, when you're reading 2, 3, 4 and 5, 6, all the disciples, they were preaching the gospel during the time of preaching the gospel. And that one, the Holy Spirit was performing the miracle, doing the miracle, the signs and wonders, and showing in front of everybody this gospel was right. അതാണ് അപ്പോസ്തലന്മാർ കർത്താവിന്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഈ വചനം സത്യമാണെന്ന് പരിശുദ്ധാത്മാവ് അടയാളം കൊണ്ട് സ്ഥിരീകരിച്ചത്. और हम देख सकते हैं प्रेरितों के कार्य की पुस्तक में उसके 1, 2, 3 अध्याय में हम देख सकते हैं जब प्रेरित लोग पवित्र आत्मा के सामर्थ्य के साथ खड़े होकर जो वचन की घोषणा किया, तो वहां पे हम चिन्ह और चमत्कार को होते हुए देख सकते हैं। क्यों? क्योंकि पवित्र आत्मा ने प्रेरितों द्वारा बोले गए वचन को पवित्र आत्मा ने साबित करके दिखाया चिन्ह और चमत्कार के द्वारा। അനേകം ആൾക്കാർ കർത്താവിന്റെ ആ വചനത്തിൽ നിന്നും അതേപോലെ തന്നെ നമ്മൾ ദൈവവേല വിട്ട് മാറി പോകാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം എഫോർട്ടിലേക്ക് മാറുന്നു, സ്വയം ബുദ്ധിയിലും സ്വയം പ്രയത്നത്തിലേക്ക് മാറുന്നു. സ്വയം ബുദ്ധിയിലും സ്വയം പ്രയത്നത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ കർത്താവിന്റെ വചനം ദൈവവേലയിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പ്രൈസ്തല്ല, എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫെയിലിയർ ആയിരിക്കും. നമ്മൾ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കർത്താവിന്റെ വചനം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടത്തുള്ളൂ. നമ്മുടെ ശക്തിയാലോ നമ്മുടെ സ്വന്തം കഴിവാലോ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അനേകം ചർച്ചുകൾ സൈലന്റ് ആയി പോകാൻ കാര്യം അവർ സ്വയം സ്വന്തം എഫോർട്ടിലേക്ക് മാറുന്നു. അതുകൊണ്ടാണ് അവർ കർത്താവിന്റെ വേല ശക്തിപ്പെടുവാൻ പറ്റത്തില്ലാതെ ഇരിക്കാനുള്ള കാര്യം. അവർ സ്വന്തം എഫോർട്ടിലേക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. और हम देख सकते हैं कि आज के समय पर क्या हो रहा है कि कई सारे लोग क्यों हार जाते हैं, कई सारे लोग क्यों पराजित हो जाते हैं। क्यों? क्योंकि वो प्रभु के वचन को वो खुद के प्रयत्न से, स्वबुद्धि से, स्व जो प्रयत्न है उनके द्वारा वो करने की कोशिश करते हैं, लेकिन उसकी वजह से क्या होता है, वो हार जाते हैं, वो पराजित हो जाते हैं। लेकिन हम जो भी बातें हैं उसको प्रभु के सामर्थ्य के साथ, पवित्र आत्मा की शक्ति के साथ ही कर सकते हैं। अगर पवित्र आत्मा की सहायता से हम करेंगे तो हम कभी पराजित नहीं होंगे, हम उस बात को अच्छे से कर पाएंगे। ഇന്ന് ഞാനിപ്പോൾ എന്ന് വെച്ചാൽ സാറിന് ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ എവിടെയാണ് നമ്മൾ നമുക്ക് കർത്താവിന്റെ വചനം പ്രസംഗിച്ച് ജാടയൊന്നും വേണ്ട. ഞാൻ ജാടയൊന്നും കാണിക്കാം, ഉള്ള പോലെ പ്രസംഗിക്കില്ലെങ്കിലെന്ന് പറയും. പ്രൈസിലോ അല്ലേലിയ ആടി മോൻ നോക്കാറുണ്ട്. അപ്പം കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ പച്ചയായിട്ട് കർത്താവിന്റെ വചനം നമ്മൾ പ്രസംഗിക്കാനായിട്ട് ശ്രമിക്കും. जब हम प्रभु के वचन को घोषणा करते हैं, हमें बिल्कुल सीधे सीधे प्रभु के वचन को घोषणा करना है, उसमें कोई मिलावट करने की जरूरत नहीं है। मैं कभी ऐसा नहीं करता हूँ। प्रभु के वचन को हमें बिल्कुल सीधा सीधा सुनाना है। കഴിഞ്ഞ ആഴ്ച ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റിൽ കർത്താവിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ ആ സ്റ്റേറ്റിൽ തന്നെയുള്ള ഒരു ചർച്ച്, ഇംഗ്ലീഷ് ചർച്ച്. അപ്പൊ എന്നോട് ചോദിച്ചു, അവരെ ചർച്ച് മെമ്പർ കണ്ട് അവർ ചർച്ച് പാസ്റ്ററായിട്ട് കണക്ട് ചെയ്തു. അത് 1940 ചർച്ച് തുടങ്ങിയത്. അപ്പം അവിടുത്തെ ഇംഗ്ലീഷ് ചർച്ച് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, ഇന്ത്യക്കാർ ഓടിയുണ്ട്. ഡേയ്സലോട്ട് അല്ലെങ്കിൽ അവരെ ആ പാസ്റ്റർ വളരെ കാര്യത്തോടെ തന്നെ ചായ കുടിക്കാൻ തന്നെ വിളിച്ചു, കോഫിക്ക് വേണ്ടി വിളിച്ചു. ഹി കോൾഡ് മീ ടു ഹാവ് എ കോഫി വിത്ത് ഹിം. ഐ കുഡ് മീറ്റ് ഹിം ടുഡേ. അതാണ് ഞങ്ങൾ ഇന്ന് അവിടെ നിന്ന് പാസ്റ്റിൻ്റെ അടുത്ത് ഞാൻ അവിടെ പോയി. ഞങ്ങൾ 1 മണിക്കൂർ നേരം സംസാരിച്ചു. പാസ്റ്റ് അവിടെ എല്ലാ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നോട് പറഞ്ഞു, എൻ്റെ എക്സ്പീരിയൻസ് പാസ്റ്റിനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവരുടെ ചർച്ചകളെല്ലാം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇനിയും ആ ചർച്ചിൽ പോകുവാനായിട്ട് ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ കർത്താവ് തന്നെ ആൾക്കാരെ നമുക്ക് കണക്ട് ചെയ്ത് തരും. और मैं एक जगह पर वचन घोषणा करने के लिए गया था, और जब मैं वहां पे गया तो वहां पे मुझे किसी और अन्य कलीसिया के सदस्य ने मुझे उनके पासवान से परिचय करवाया, उनके साथ में मिला। उनकी जो कलीसिया 1940 में शुरुआत हुई थी, और वहां के पास्टर के साथ जब मुलाकात हुई, उनके साथ कॉफी पीने का अवसर मिला, उनके साथ बात करने का अवसर मिला। तो ऐसे ही जब हम परमेश्वर के वचन की घोषणा करते हैं, परमेश्वर हमें ऐसे अच्छे लोगों के साथ हमारा संबंध भी बनाता है। ആ പാസ്റ്റർ എന്നോട് പറയുമായിരുന്നു,
വളരെ ബുദ്ധിമുട്ടി കൂടി കർത്താവിന്റെ വചനാന്റെ വചനം പ്രസംഗിച്ചത്. വീട്ടിൽ ചെറിയൊരു ഹൗസ് ഫെലോഷിപ്പ് തുടങ്ങി 2-3 പേര് കൂടി തുടങ്ങി. അത് കഴിഞ്ഞാൽ ഗാർഡനിലേക്കാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചർച്ച് ഫോം ചെയ്തു. ഇപ്പോൾ അവർക്ക് 3-4 ചർച്ചുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. ആ ചർച്ച് മൊത്തം എന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞ കർത്താവ് എത്രമാത്രം വളർത്തി, എന്നിട്ട് ആ വിശ്വാസമാണ് അദ്ദേഹം പറയുന്നത്. ആ പാസ്റ്ററിന് പറഞ്ഞ വിശ്വാസം പറഞ്ഞ് അനേകം ആൾക്കാർക്ക് വേണ്ടി ഇനിയും പ്രവർത്തിക്കണം എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ടെസ്റ്റിമോണി പറഞ്ഞു പാസ്റ്ററിന് വളരെ ആ ചർച്ച് മെമ്പേഴ്സിനെല്ലാം അവിടെ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ ഇനിയും മീറ്റിങ്ങിൽ വിളിച്ചിട്ടുണ്ട് ഷെയർ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്താ കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിലായിരിക്കുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതാണ് ഗോസ്പൽ. അപ്പോസ്തലന്മാരെല്ലാം അങ്ങനെയാണ് ചെയ്തത്. और हम देख सकते हैं कि वो जो पास्टर थे उन्होंने अपना अनुभव मुझसे बताया कि कैसे उन्होंने कलीसिया की शुरुआत की थी, कि शुरुआत में उन्होंने एक छोटे से घर में शुरुआत किया 2-3 लोग के साथ संगति करके, फिर बाद में वो बगीचे में गया, उसके बाद फिर उन्होंने एक कलीसिया लिया और अभी काफी सारी कलीसिया 3-4 कलीसियाएं हैं जहाँ पर वो सेवकाई करते हैं। वो सब कुछ उन्होंने मुझे ले जाकर दिखाया, फिर वो बता रहे थे और उन्होंने मुझे अपने कलीसिया में फिर से निमंत्रित किया। ये सब मैं क्यों बता रहा हूँ, क्योंकि जब हम अपने अनुभव को बताते हैं तो वही सुसमाचार की घोषणा है, वही परमेश्वर के वचन की घोषणा है। प्रेरित लोग सब अपने अनुभवों को बांटते थे। ഇതാണ് ബുക്ക് ഓഫ് എഫിഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20. അവർ ഗോഡ് ഹസ് അപ്പോയിന്റഡ് യു ആസ് ആൻ അപ്പോസ്റ്റൽസ് ആൻഡ് പ്രോഫറ്റ്സ് ആൻഡ് ഇവാഞ്ചലിസ്റ്റ്. അതാണ് പറയുന്നത്, ക്രിസ്തു യേശുവിന്റെ മൂലക്കിലായിരിക്കുക നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും റോളാണ് ഇനി പറയാൻ പോകുന്നത്. അന്നേരം ആ റോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അടങ്ങിയിരിക്കത്തില്ല. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായിട്ടാണ് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആൾക്കാരെ മൊത്തം കർത്താവ് പണിത് വെച്ചിരിക്കുന്നത്. और हम देख सकते हैं कि एफएससी के पत्र के 2:20 में ऐसा लिखा, और प्रेरित और भविष्यवक्ताओं की नींव पर जिसके कोने का पत्थर मसीह यीशु स्वयं ही है बनाए गए हो। ऐसे क्यों लिखा है, क्योंकि हम सबको, जितने भी विश्वासी लोग हैं, वो सब लोगों को परमेश्वर एक नींव पर बनाया है, और वो नींव है प्रेरित और भविष्यवक्ता लोग। അപ്പോസ്തലന്മാർ വൃത്തിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ, കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നെക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്ന കാരണം. അതുകൊണ്ട് ഈ അപ്പോസ്തലന്മാർക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ് ഈ കർത്താവ് ചെയ്ത അതേ കാര്യം അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാനായിട്ട്. और प्रेरितों की खासियत क्या है कि यीशु मसीह ने बोला, यीशु मसीह, क्योंकि यीशु मसीह ने कहा कि मैं पिता के पास जा रहा हूँ, इसलिए तुम लोग जो मैंने किया उससे बढ़कर तुम करोगे। और ये प्रेरितों को मिला हुआ अधिकार है प्रभु के द्वारा कि उनसे बढ़कर, यीशु से बढ़कर कामों को वो करेंगे। അപ്പോസ്തലന്മാർ ഇതെല്ലാം കർത്താവിന്റെ ശക്തിയല്ലേ അറിഞ്ഞു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞുവെന്ന് കർത്താവ് ഉറപ്പ് കൊടുത്തു. അവരോടൊപ്പം തിബേരിയസ് കടൽത്തീരത്ത് നിന്ന് അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, നല്ല ഫിഷും ബ്രേക്ക്ഫാസ്റ്റോടെ എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് കർത്താവിനെ തന്നെ വെളിപ്പെടുത്തി ശക്തിയും കാണിച്ചിട്ട് പറഞ്ഞു ഉയർത്തിയെന്ന് ശക്തി കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഉയർത്തിന്ന് ശക്തി വാങ്ങി. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2. और हम देख सकते हैं कि यीशु मसीह ने अपने सामर्थ दिखाया। यीशु मसीह तीसरे दिन जी उठा, अपने पुनरुत्थान की शक्ति दिखाया। उसके बाद तिब्रियास के समुद्र के किनारे जब प्रेरितों के साथ यीशु की मुलाकात हुई तो यीशु ने बताया कि मैं तीसरे दिन जी उठा हूँ, और अपनी सामर्थ को दिखाकर यीशु ने कहा कि आप लोग को इंतजार करना है, ऊपर से सामर्थ का इंतजार करना है। और इसी प्रकार उन्होंने प्रेरितों के कार्य के पुस्तक 2 अध्याय में ऊपर से वह सामर्थ को पाया है। കർത്താവിന്റെ വചനം പ്രഘോഷിച്ച് കഴിഞ്ഞപ്പോൾ ഓരോ അപ്പോസ്തലന്മാർ കർത്താവിന്റെ ശക്തി കിട്ടി. അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായം കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. ആയിരക്കണക്കിന് ആൾക്കാരെ കർത്താവിനെ അറിഞ്ഞു. 3, 4 ഇങ്ങനെ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 2, 3, 4, 5, 6 lots of people could come to know Jesus Christ is their Lord and Savior. അതിന് തുടർന്ന് വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 6 അധ്യായം 2 ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 6 വേഴ്സ് 2 ഇതിൽ പറയുന്നത് 12 ശിഷ്യന്മാരുടെ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 6 വേഴ്സ് 2, 3 and 5. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 6 വേഴ്സ് 2 ഇതിൽ പറഞ്ഞ 11 പേര് ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല എന്ന് പറഞ്ഞു. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്കാക്കാം. അപ്പോസ്തലന്മാരെ ജസ്റ്റ് ഐ വാണ്ട് സിസ്റ്റർ ആയിട്ട് ട്രാൻസ്ലേറ്റ് ആയിരുന്നു. और हम देख सकते हैं कि यहाँ पर प्रेरितों के कार्य की पुस्तक उसके 6 अध्याय का 2, 3 और 4 में ऐसा लिखा है, तब इन 12 ने चेलों की मंडली को अपने पास बुलाकर कहा, ये ठीक नहीं कि हम परमेश्वर का वचन छोड़कर खिलाने पिलाने की सेवा में रहे। इसलिए हे भाइयों, अपने में से 7 चुनाव पुरुषों को जो पवित्र आत्मा और बुद्धि से परिपूर्ण हो चुन लो कि हम उनमें से काम पर ठहरा दें। അതാണ് പിന്നെ. അപ്പം നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിൽ നമുക്കറിയാം അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടി. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2, 3, 4, 5 and 6 when you are reading that one,
with the mighty power of the Holy Spirit to all the disciples, they were preaching the gospel. അത് കഴിഞ്ഞിട്ട് അവർ ഈ കർത്താവിന്റെ ശക്തി മറ്റുള്ളവർക്ക് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇമ്പാർട്ടേഷൻ അപ്പോസ്തലന്മാർ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പാർട്ടേഷൻ ചെയ്ത് കൊടുക്കണം. അനോയിന്റിങ് കൈവെപ്പിനാൽ അവർക്ക് അഭിഷേകം കൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് അഭിഷേകം കിട്ടിയ ആൾക്കാർക്ക് കൈവെപ്പിനാൽ ശുശ്രൂഷയിൽ അവരെ ഒന്നും കൂടെ അവർ ശുശ്രൂഷയ്ക്ക് യോഗ്യരാക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ഇതാണ് അപ്പോസ്തലന്മാർ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 6 verse 2 onwards അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. और हम देख सकते हैं कि प्रेरितों के कार्य दूसरे अध्याय में उन्होंने पवित्र आत्मा की सामर्थ को पाया। उसके बाद 3, 4, 5, 6 अध्यायों में हम देख सकते हैं पवित्र आत्मा के बारे में वो बात करने लगे, प्रचार करने लगे, और वहां पर हम देख सकते हैं कि जो शक्ति उनको मिला है वो दूसरों के ऊपर देने लगे, उसका अदला बदली करने लगे, क्योंकि पवित्र आत्मा की सामर्थ की जरूरत है सेवकाई करने के लिए। से वो अन्य लोगों में सेवकाई करने के लिए उस पवित्र आत्मा को उंडेलते हैं। वो हम देख सकते हैं 6 अध्याय के दूसरे आयत में जो भी हमने पढ़ा, उस आयत में हमने ये देखा। ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 6 verse 5 ഇതിൽ പറയുവാണെങ്കിൽ അപ്പോസ്തലന്മാരെ കുറച്ച് പേർ തെരഞ്ഞെടുത്ത് കർത്താവിന്റെ വചനം അവരുടെ സ്ഥാനത്ത് ഇൻ പ്ലേസ് ഓഫ് ഓൾ ദ അപ്പോസ്റ്റൽസ് somebody want to pray this gospel. അതാണ്. അപ്പൊ അതുകൊണ്ട് അപ്പോസ്തലന്മാരെ കുറച്ച് പേരെ തെരഞ്ഞെടുത്തു. അഭിഷേകവും നല്ല സാക്ഷിയുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ വചനം അപ്പോസ്തലന്മാരെ പ്രഘോഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടന്നു, അടയാളങ്ങളും നടന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരെ അറിഞ്ഞു, പരിശുദ്ധാത്മ അഭിഷേകം കിട്ടി, അന്യഭാഷ പറയുന്നു. അതേപോലെ തന്നെ അവര് പ്രവചന വരവുള്ള ഒരു കുറച്ച് പേരെ അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 6 verse 5 നമുക്കറിയാം തെരഞ്ഞെടുത്തായിട്ട് കാണുന്നു. और हम देख सकते हैं प्रेरितों के कार्य की पुस्तक 6 के 5 में वहां पे एक मंडली को चुना जाता है सेवकाई करने के लिए, जो अभिषेक से परिपूर्ण है, जो पवित्र आत्मा से परिपूर्ण है, और वो लोग जो है जो अच्छी गवाही रखते हैं। क्यों? क्योंकि ताकि वो परमेश्वर के वचन को घोषणा करे, सुसमाचार को घोषणा करे। वहां पर हम देख सकते हैं कि वो प्रभु के वचन से बांटते हैं, वो लोग चिन्ह चमत्कार अद्भुत काम करते हैं, और वे लोग भविष्यवाणी करते हैं। ഇതിൽ പറഞ്ഞ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 6 verse 5 സ്റ്റീഫൻ ആൻഡ് അതേപോലെ തന്നെ ഫിലിപ്പ് ഇവരെല്ലാം ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു. और हम देख सकते हैं प्रेरितों के कार्य 6 के 5 में स्तिफनुस नामक का जो पुरुष था, और हम देख सकते हैं फिलिपुस, ये दोनों जो है उसी झुंड में से आए हैं। ഇവർ നേരത്തെ ശുശ്രൂഷ ചെയ്ത മേശമേലെ ശുശ്രൂഷ ചെയ്ത് ടേബിൾ മേലെ സാധനങ്ങൾക്ക് ആൾക്കാർക്ക് വരുന്നവർക്ക് സെർവ് ചെയ്യാനായിട്ട് നിന്ന ആൾക്കാരായിരുന്നു. क्योंकि ये लोग पहले क्या मेज पर सेवकाई करते थे, जो लोग आते थे उन लोग की सेवा करने के लिए मेज पर इनको ठहरा रखा था। കർത്താവിന്റെ പ്രത്യേകത കഴിഞ്ഞാൽ ദൈവവചനം കയ്യിലുള്ള പരിശുദ്ധാത്മ അഭിഷേകം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷനൊന്നും പ്രശ്നമല്ല. പ്രൈസ് ദി ലോർഡ്. അനേകം ആൾക്കാർ ശ്രമിക്കും, എൻ്റെ എഡ്യൂക്കേഷൻ ഇതാണ്, എൻ്റെ സ്റ്റാറ്റസ് ഇതാണ്, എങ്ങനെ ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒന്നും കർത്താവിനൊരു ചുള്ളു വില പോലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെ, ഇതൊന്നും കർത്താവ് നോക്കാറില്ല. മേശവേല ശുശ്രൂഷിച്ച് ഒന്നുമില്ലാത്ത ആൾക്കാരെ കർത്താവ് തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് കർത്താവ് അപ്പോസ്തല ഗണത്തിലേക്ക് ഉയർത്തി അയച്ചിരിക്കുന്നു. और प्रभु की खासियत ये है कि प्रभु कभी आपके स्थान को नहीं देखता है, कभी ये नहीं देखता है कि आपके बैंक में कितना, आपके खाते में कितने पैसे हैं, लेकिन ये सब बातें परमेश्वर को मायने नहीं रखता। कुछ लोग ये सोचते हैं कि मेरा स्थान ऐसा है, कैसे प्रभु का वचन प्रचार करूंगा, मैं ऐसा हूँ, मैं कैसे प्रभु के वचन का सुसमाचार को बांट सकता हूँ। लेकिन ऐसे प्रभु के लिए कोई भी बात मायने नहीं रखता है। प्रभु के लिए ऐसे कोई भी चीज है, चाहे आप मेज पे क्यों ना सेवकाई करते हो, वो आपके स्थान को ऊंचा कर सकता है, आपको उठा सकता है। അതാണ് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 6 verse 6. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ സ്റ്റെഫാനോസ്, ഫിലിപ്പ് ആൻഡ് സ്റ്റീഫൻ, പ്രൈസ് ദി ലോർഡ്, ദേ കേം ആൻഡ് സ്റ്റാൻഡ്. അതാണ് അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈകൾ വെച്ചു. और हम देख सकते हैं प्रेरितों के कार्य 6 के 6 में लिखा है, इन प्रेरितों के सामने खड़ा किया और उन्होंने प्रार्थना करके उन पर हाथ रखे। കർത്താവിന്റെ വചനം പറയണം ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 7 കൈവെച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചുമ്മാ ഇരുന്നില്ല. പിന്നെ മേശയിൽ ശുശ്രൂഷ ചെയ്യാനൊന്നും പോയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. കുപ്പക്കൂട്ടിരുന്ന ആൾക്കാര് വിരാജക്കന്മാരെ കൊട്ടാരത്തിൽ ഇരുത്തുന്നത് ദൈവം, നമ്മുടെ ദൈവം. और हम देख सकते हैं कि 7वें अध्याय में जब उनके ऊपर हाथ रखा गया तो फिर से वो मेज पर सेवकाई नहीं किए, वो लोग जाकर प्रभु की सेवकाई करने लगे। और हम देख सकते हैं वहां पे क्या हुआ कि धूल पे से उठाकर राजाओं के साथ बिठाने वाला हमारा परमेश्वर है। അതാണ് മേശമേ ശുശ്രൂഷയുള്ള ആൾക്ക് those who are serving on the table, praise the Lord, they are no more serving the table right now. They were serving the mighty God, that is Jesus Christ, in front of everybody. That was Stephen and Philip. They are doing, they start to preach the gospel in front of everybody, that is Jesus Christ is a living God. और हम देख सकते हैं कि जो मेज पर सेवकाई करते थे, अब वो मेज पर सेवकाई नहीं करते हैं, वो सर्वशक्तिमान परमेश्वर की सेवकाई करते हैं। क्यों? अब उन्होंने जब पवित्र आत्मा के अभिषेक को पा लिया तो अब वो प्रभु की सेवकाई करते हैं, प्रभु के सुसमाचार को बांटते हैं।
ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 6 വേഴ്സ് 7 ബൈബിൾ പറയുവാണ്, ദൈവവചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാർ എണ്ണവും പെരുകി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. പ്രൈസ് ദൈവവചനം പരന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം കഴിവിനാലോ ഇത് ശക്തിയാലോ അല്ല. കർത്താവിന്റെ വചനം പറയുന്നു, ഇത് സൈന്യത്താലോ ഇത് ശക്തിയാലോ അല്ല, അത് കർത്താവിന്റെ ആത്മാവിനാൽ ദൈവവചനം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ അത് മൾട്ടിപ്ലിക്കേഷൻ വരുവാനായിട്ട് ഇടവന്നു. और हम देख सकते हैं 6 के 7 में लिखा है, परमेश्वर का वचन फैलता गया और यरूशलेम में चेलों की गिनती बहुत बढ़ती गई। ये बल के द्वारा नहीं, ये ना तो सामर्थ से, लेकिन ये प्रभु की आत्मा के द्वारा ये परमेश्वर की वचन बढ़ता गया, लोगों की संख्या बढ़ती गई। അതാണ് അനേകം ആൾക്കാർ ഇന്ന് കർത്താവിന്റെ വചനം പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. ഇറ്റ്സ് നോട്ട് ഈസി തിങ്. പ്രൈസ് ദി ലോർഡ്. അത് വളരെ ഈസി. കർത്താവിന്റെ വചനം പരിശുദ്ധാത്മ അഭിഷേകം കിട്ടണം എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന് ഓൾറെഡി യു ആർ അപ്പോയിന്റഡ്. അത് അതിനോട് certain criteria ഉണ്ട്. പ്രൈസ് certain criteria നമ്മൾ അത് പാലിക്കാതെ എല്ലാവർക്കും കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ദൈവകാര്യം ശക്തിപ്പെടാൻ താല്പര്യമാണ്. പക്ഷേ നമുക്ക് ഈ ലോകത്തിന്റെ വിക്കറ്റ് വേസ് വിട്ടിട്ട് നമ്മൾ പുറത്തോട്ട് വരാൻ നമ്മൾ തയ്യാറല്ല. അങ്ങനെ അല്ലാത്തോളം കാലം നിങ്ങൾക്ക് കോളിംഗ് ഉണ്ടെങ്കിലും ആ കോളിംഗിലേക്ക് നമുക്ക് നടന്നു വീഴാനായിട്ട് പറ്റത്തില്ല. आज कई लोग प्रभु का वचन सेवकाई करना चाहते हैं, प्रभु के वचन को घोषणा करना चाहते हैं, लेकिन वो क्यों नहीं हो पाता है? क्योंकि प्रभु का वचन घोषणा करना इतना आसान नहीं है, उसके लिए योग्यता चाहिए। आप संसार के कुकर्म कामों को कर आप प्रभु के वचन को घोषणा नहीं कर सकते। आप अपने बुलाहट में ऐसे प्रवेश नहीं कर सकते। उसके लिए आपको उन सबको छोड़ना पड़ेगा ताकि प्रभु के बुलाहट में आ जाए। അതാണ് ഈ അപ്പോസ്തലന്മാർ 7 പേർ തിരഞ്ഞെടുക്കാൻ കാര്യം അവരെങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 6 വേഴ്സ് 3 ഇതിൽ പറയുന്നത് അവർ നല്ല ജ്ഞാനവും സാക്ഷിയുള്ള ആൾക്കാരായിരുന്നു. പ്രൈസിലുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ മുമ്പിൽ തട്ടിപ്പോ വെട്ടിപ്പോ കാണിക്കുന്ന ആൾക്കാരല്ലായിരുന്നു, ചതിക്കുന്ന ആൾക്കാരല്ലായിരുന്നു, കള്ളത്തരം പറയുന്ന ആൾക്കാരല്ലായിരുന്നു. കർത്താവിന്റെ വചനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർ, സാക്ഷിയുള്ള ആൾക്കാരെയാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിലോട്ട് അയച്ചത്. और हम देख सकते हैं कि यहाँ पे जब 7 चुनाव पुरुषों को चुना गया तो वो ऐसे लोग थे जिनकी अच्छी गवाही थी। ऐसे लोग नहीं थे जो दूसरों को धोखा देते हैं, दूसरों से झूठ बोलते हैं, चोरी करते हैं। ऐसे लोग को नहीं चुन सकते। इसी वजह से अच्छी गवाही रखने वाले, विश्वास से और पवित्र आत्मा के अभिषेक से परिपूर्ण लोगों को ही चुना गया था मेज पर सेवकाई करने के लिए। ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ടോക്കി പറഞ്ഞു വെച്ചാൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം വേണം. പ്ലാറ്റ്ഫോം ഇല്ലാതെ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് എത്ര കോളിംഗ് ഉണ്ടെങ്കിൽ, എത്ര പ്രോപ്പസി ഉണ്ടെങ്കിലും, ഇപ്പൊ 10-30 വർഷമായിട്ട് പ്രോപ്പസി കിട്ടിയ ആൾക്കാരും ഒന്നുമില്ലാതെ ഇപ്പം മറ്റുള്ളവരെ പഴി പറഞ്ഞ് മറ്റുള്ളവർക്കെതിരെ പറഞ്ഞിട്ട് ചർച്ചിനെതിരെ നിന്നിട്ട് മാറിപ്പോകുന്ന ചിലപ്പം സാഹചര്യങ്ങൾക്കുണ്ടാകും ജീവിതത്തിൽ. പക്ഷേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി പ്രോപ്പസി കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഫുൾഫിൽ ആകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സാക്ഷ്യമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അഭിഷേകത്തിലേക്ക് നമ്മൾ നടന്ന് നീങ്ങിയിട്ടില്ല. അഭിഷേകത്തിൽ നിറയാതെ, പരിശുദ്ധാത്മാവിൻ അഭിഷേകത്തിൽ നിറയാതെ ദൈവവചനം പ്രഘോഷിക്കാനായിട്ട് സാധ്യമല്ല. आज बहुत से लोग हैं जिनको अच्छी बड़ी-बड़ी गवाहियां तो मिली है, बहुत सी बड़ी-बड़ी भविष्यवाणियां तो मिली है, लेकिन उनके जीवन में वो आत्मिक जीवन में बढ़ नहीं पा रहे, आत्मिक जीवन में कुछ कर नहीं पा रहे, उन भविष्यवाणियों को पूरा होते हुए नहीं देख पा रहे। क्यों? क्योंकि भविष्यवाणियां हैं, वायदे हैं, लेकिन उनके जीवन में अच्छी गवाही नहीं है। अच्छी गवाही अगर आपके जीवन में होगी तो ही आप प्रभु के वायदों को पूरा कर पाएंगे, अपने जीवन में आगे बढ़ पाएंगे। പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് പ്രവർത്തിക്കണം എങ്കിൽ ഒരു പ്ലെയിൻ ഇറങ്ങി നമുക്ക് റൺവേ വേണം. പ്രൈസ് ദി ലോർഡ്. ഒരു പ്ലെയിൻ വരണമെങ്കിൽ റൺവേ ഇല്ലാതെ പ്ലെയിൻ ഇറങ്ങത്തില്ല. അവിടെ ഉണ്ടെങ്കിലേ പ്ലെയിൻ ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മളെ പരിശുദ്ധാത്മാവ് അഭിഷേകത്താൽ നിറച്ച് നമ്മൾ കർത്താവിന്റെ വചനം പ്രഘോഷിക്കാൻ നമ്മളെ അയക്കണം എങ്കിൽ ഒരു റൺവേ നമ്മളോട് ക്രിയേറ്റ് ചെയ്യണം, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു, വാച്ച് ചെയ്യുന്ന ആൾക്കാർ, ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ആൾക്കാർ, ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. യു ഹാവ് ടു മേക്ക് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. പ്രൈസ് ലോർഡ്. ഈച്ച് ആൻഡ് എവറി ഡേ pray to the Lord. You have to fill with the anointing of the Holy Spirit. Then only our God can send you in front of the nation to preach the gospel. Otherwise, you cannot preach the gospel. You can preach the gospel by your power, but you cannot see any of the power of the Holy Spirit. और आप देख सकते हैं कि ऐसे कोई भी हवाई जहाज को उतरना है तो एक रनवे की जरूरत होती है। उसी प्रकार ही आत्मिक जीवन में आपको एक माहौल की जरूरत है, एक वातावरण की जरूरत है, ताकि आप प्रभु के काम को कर सके, वचन में आगे बढ़ सके। इसलिए आपको उस माहौल को बनाना है और हमें पवित्र आत्मा की सामर्थ चाहिए। हम अपने खुद के प्रयत्न से, खुद के प्रयास से हम कुछ नहीं कर सकते। पवित्र आत्मा के सामर्थ से ही हम प्रभु की सेवकाई कर सकते हैं, उसकी वचन की घोषणा कर सकते हैं। അതാണ് പറഞ്ഞത്. അപ്പൊ അപ്പോസ്തലന്മാരെല്ലാം കർത്താവിന്റെ വചനം പ്രസംഗിച്ചത് അവർ സ്വന്തം എഫോർട്ടിൽ കർത്താവിന്റെ വചനം പ്രസംഗിച്ചിട്ടില്ല. അവർ എല്ലാം പരിശുദ്ധാത്മാവ് ശക്തിയാല ചെയ്ത്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഏക്കാൻ പറ്റാത്ത ആൾക്കാർ സൗഖ്യം പ്രാപിച്ചു. അത് പത്രോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊന്നോ വെള്ളിയോ എന്റെ കൈവശമില്ല. അത് പറഞ്ഞ് നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ നാമം പരിശുദ്ധാത്മാവ് ശക്തിയോടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് അത്ഭുതവും അടയാളവും പ്രവർത്തിച്ചു.
हम देख सकते हैं जब प्रेरित पतरस जब मंदिर में जा तो जन्म से एक लंगड़े को चंगा किया, कैसे वो लंगड़ा चंगा हो गया? क्योंकि उसने कहा कि सोना चांदी मेरे पास नहीं है, यीशु मसीह के नाम से खड़े हो जा। तो जब उसने पवित्र आत्मा की सामर्थ के साथ यीशु मसीह के नाम को बोला, तो पवित्र आत्मा ने वहां पे उस चमत्कार को करा और उस बात को साबित किया। പിന്നത്തെ കാര്യം അപ്പോസ്തലന്മാരുടെ കഴിവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അസാധാരണമായ ധൈര്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ സൈന്യത്തെയോ അതുപോലെ തന്നെ ഈ ഗവൺമെന്റിനെയോ നമുക്കെതിരെ ശല്യം ചെയ്യും. ഗവൺമെന്റ് എല്ലാം എല്ലാവരും മാനിക്കണം. കാരണം വെച്ചാൽ നമുക്കെതിരെ വരുന്ന ദുഷ്ടശക്തികളുടെ ആ പ്രവർത്തനത്തെ അവർ കണക്കെടുത്തില്ല. കാരണം വെച്ചാൽ അവർ നോക്കത്തില്ല. അതാണ് ജസ്റ്റ് ഐ വാണ്ട് ടു സേ ദാറ്റ് വൺ the nature of the apostle, that is they will never care and they will never look at the people those are disturbing them, right? They will look at how big is my God, how big is how the powerful is my God. Always all the disciples from the Lord, they will be looking at the Jesus Christ and his power. और हम देख सकते हैं कि कभी भी वहां पे प्रेरित लोग जो है वो डरते नहीं थे, वो हिम्मत के साथ प्रभु के वचन की घोषणा करते थे। तो हमें देखना है, हमें ये नहीं देखना है कि हमें तंग करने वाले लोग कैसे हैं, लेकिन हमें ये देखना है कि हमारा परमेश्वर कितना बड़ा है, हमारा परमेश्वर कितना महान है। जब हम परमेश्वर की ओर देखेंगे तो हम प्रभु के वचन को हिम्मत के साथ घोषणा कर पाएंगे। അതാണ് ദാവീദ് പറഞ്ഞത്. അഭിഷേകം അനോയിന്റിങ് ഓയിൽ ദാവീദിന് ഇട്ടിക്കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫിലിസ്തീൻ ആർമിയോട് പറഞ്ഞ് നിങ്ങൾ നിന്നിച്ച് ആ നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. പ്രൈസ്തലോട് അങ്ങനെ പറഞ്ഞാണ് ആ ഫിലിസ്തീൻ സൈന്യത്തെ മൊത്തം ദാവീദ് പരാജയപ്പെടുത്തിയത്. और हम देख सकते हैं जब अभिषेक का तेल दाऊद के ऊपर गिरा तो दाऊद ने क्या कहा कि जो परमेश्वर की आपने निंदा की है, जो परमेश्वर की तुमने निंदा की है, उसी परमेश्वर के नाम से मैं आता हूं कहकर ही दाऊद ने फिलिस्तियों के खिलाफ युद्ध को लड़ा है। അതാണ് അപ്പോസ്തലന്മാർ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അസാധാരണമായ ധൈര്യമുള്ള വ്യക്തികളാണ്. प्रेरितों की खासियत ये थी क्योंकि अंदर असाधारण एक हिम्मत था। Book of Acts chapter 4 verse 33. Book of Acts chapter 4 verse 33 പറഞ്ഞ അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവിന്റെ വചനം യേശുവിന്റെ പുനരുത്ഥാനത്തെ സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. മഹാശക്തിയോടെ കർത്താവിന്റെ വചനം പറഞ്ഞു. അത് അവരുടെ ശക്തിയല്ല, അത് പരിശുദ്ധാത്മാവിന്റെ മഹാശക്തിയോടെ അപ്പോസ്തലന്മാർ കർത്താവിന്റെ വചനം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ജെറുസലേം നഗരം മൊത്തം ഇളകി മറിഞ്ഞു. और हम देख सकते हैं प्रेरितों के कार्य 4 के 33 में लिखा है, प्रेरित बड़ी सामर्थ्य से प्रभु यीशु के जी उठने की गवाही को देते रहे और उन सब पर बड़ा अनुग्रह हुआ। और फिर बड़ी सामर्थ है, वो उनका सामर्थ नहीं है, वो पवित्र आत्मा का सामर्थ है जो बड़ी सामर्थ है। और इसी वजह से पूरे यरूशलेम का नगर कांपने लगा। ഇതാണ് ഇന്ന് കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ നമ്മളെല്ലാവരും മഹാശക്തിയോടെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. और आज जब हम प्रभु के वचन की घोषणा करते हैं तो पवित्र आत्मा चाहता है कि हम बड़े सामर्थ्य के साथ प्रभु के वचन को घोषणा करें। ഒരാൾ കണ്ണുരുട്ടിയാണെന്ന് നമ്മൾ വചനം ബൈബിൾ ഇട്ടിട്ട് കയറി പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അനുവദിച്ച അത്രയും കാലം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കും. ഈ ജയത്തോടു കൂടി തന്നെ ഈ കർത്താവ് അനുവദിച്ച അത്രയും കാലത്തോളം ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിട്ടേ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് ദേശത്തിന് മാറ്റപ്പെടുകയുള്ളൂ. अगर कोई कठोरता के साथ हमें देखता है तो हमें बाइबल छोड़कर भागना नहीं है। हम जितने समय इस पृथ्वी पर जिएंगे, हम उतने समय प्रभु के वचन को घोषणा करके, सुसमाचार को घोषणा करके ही हमें इस पृथ्वी पर जीना है। അതാണ് അപ്പോസ്തലന്മാർ കർത്താവിന്റെ അവർ പറഞ്ഞ വചനം അന്ന് എഴുതപ്പെട്ട വചനമൊന്നുമില്ല, പുതിയ നിയമമൊന്നുമില്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് അവിടുത്തെ വെളിപാടും പിന്നെ അവരെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്ത മറ്റുള്ളവരുടെ മുമ്പിൽ. और उन्होंने जो वचन बोला वो खुद से नहीं बोला, उन्होंने पवित्र आत्मा ने जो उनको अनुभव दिया है और अपने गवाही को उन्होंने वचन के रूप में उनके सामने बोला। അവർക്ക് കർത്താവിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ ദൈവവചനം. उनको प्रभु से मिला वो जो अनुभव था वही उनका प्रभु का वचन था। അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ഒരു സാക്ഷ്യം നിന്നു എന്നാ അപ്പോസ്തലന്മാർ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 4 verse 33 പറയുന്നത്. और उनके अनुभव यही था कि उन्होंने प्रभु के पुनरुत्थान की गवाही है और प्रभु के पुनरुत्थान के गवाह है वे लोग, यही लिखा है प्रेरितों के कार्य 4 के 33 में। കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ പത്രോസിന്റെ നേതൃത്വത്തിൽ മീൻ പിടിക്കാനായിട്ട് പോയി. തിബേരിയസ് കടത്തിൽ മീൻ പിടിക്കാൻ പോയി. അവർക്കൊന്നും കിട്ടിയില്ല. പക്ഷെ പുനരുദ്ധാനത്തിലൂടെ പിന്നെ മരണത്തെ കീഴടക്കി യേശുക്രിസ്തു അവരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എണ്ണിക്കൂടാത്ത വണ്ണം അത് അത്രയധികം ഒത്തിരി മത്സ്യം കർത്താവ് കൊടുക്കാനായിട്ട് ഇടവന്നു. हम देख सकते हैं कि जब पतरस के नेतृत्व में बाकी सारे चेले लोग सब लोग मिलकर जब वापस से यीशु को छोड़कर इनकार कर मछली पकड़ने के लिए तिब्रियास के समुद्र के किनारे गए थे, तो पुनरुत्थान के सामर्थ के साथ जी उठने वाला यीशु मसीह उनके पास आया और वहां पे उनको अनगिनत मछलियां दिया जो वो गिन भी नहीं पा रहे थे। ഉയർത്തുന്നിട്ട് യേശു അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. जी उठा हुआ यीशु उनके साथ मिलकर भोजन खाया। ഉയർത്തുന്നതിന്റെ യേശു ക്രിസ്തുവിനൊക്കെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്തതും കർത്താവ് അവരെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് മറ്റുള്ളവരുടെ സാക്ഷ്യമായിട്ട് അപ്പോസ്തലന്മാർ മറ്റുള്ളവർ പറയാനായിട്ട് ഇടവന്നത്.
और यहाँ पे लिखा है जैसे कि पुनरुत्थान पाए वो यीशु के गवाह बने। उसका मतलब यीशु मसीह जी उठने के बाद जो उनके जीवन में किया, जो उनके जीवन के अनुभव है, गवाही है, उन्हीं को उन्होंने वचन के रूप में बांटना शुरू किया। ഇന്ന് അനേകം ആൾക്കാർ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗം ബൈബിൾ കോളേജിൽ പഠിക്കണമെന്ന് വിചാരിച്ചു. ബൈബിൾ കോളേജിൽ ഒന്നും പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. ബൈബിൾ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ. ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിൾ എടുത്ത് നിങ്ങൾ വായിച്ച് ഒരധ്യായം ബൈബിൾ വായിച്ച് മറ്റുള്ളവർ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ കർത്താവ് വളർത്തും. ബൈബിൾ കോളേജിലേക്ക് പഠിച്ചു വരുമ്പോഴത്തേക്കും കർത്താവിന്റെ രണ്ടാം വരവ് എടുക്കും. പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പഠിക്കുന്നതോടൊപ്പം ദൈവവചനം നമ്മൾ മറ്റുള്ളവരെ പ്രഘോഷിക്കണം. അതാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് വലിയ പഠിത്തമൊന്നും ഇല്ല എങ്കിലും പഠിത്തമൊന്നും വേണ്ട, ബൈബിൾ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ എഡ്യൂക്കേഷൻ ഒന്നും വേണ്ട കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട്. ജസ്റ്റ് റീഡ് ദ ബൈബിൾ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. ദ ഹോളി സ്പിരിറ്റ് വിൽ ഗൈഡ് യു ഹൗ ടു ഗോ ഹെഡ്. और आपको बड़े बाइबल स्कूल में पढ़ने की या फिर बड़े पढ़ाई लिखाई की जरूरत नहीं है प्रभु के वचन को घोषणा करने के लिए। आप जब तक पढ़ने के लिए जाएंगे प्रभु का दूसरा आगमन आ जाएगा। मैं ये नहीं कह रहा हूँ कि बाइबल कॉलेज में पढ़ना गलत है, लेकिन मैं ये कह रहा हूँ कि आप उसके साथ पढ़ते पढ़ते ही प्रभु के वचन को घोषणा करना शुरू करें। इसके लिए आपको खास कोई योग्यता की पढ़ाई की कुछ भी जरूरत नहीं है। आप प्रभु के वचन को घोषणा कर सकते हैं सामर्थ्य रीति से। ഒന്നും അല്ലെങ്കിലും കർത്താവിന്റെ വചനം ഒന്നിച്ച് അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് എന്നെ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക്. പ്രൈസ് ദി ലോർഡ്. ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് ജോലി കിട്ടി, രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട അവസരം നിങ്ങൾ അന്ന് തൊട്ട് നോക്കുകയാണ് ഇന്ന് വരെ കർത്താവ് എത്ര നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്ന് എത്ര പേര് മാറ്റപ്പെട്ടു, എങ്കിലും നിങ്ങൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലോ. 2020 കോവിഡ് കാലത്തും കർത്താവ് നിങ്ങളെ പരിപാലിച്ചില്ലേ. എത്ര സാക്ഷ്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പറയാനായിട്ടുണ്ട്. ദിസ് ഈസ് യുവർ ഗോസ്പൽ ഇൻ ഫ്രണ്ട് ഓഫ് എവരിബഡി. യു ഹാവ് ടു preach this gospel, your testimony in front of everybody. That will be your gospel. और आप देख सकते हैं कि उन्होंने अपने अनुभव को, अपनी गवाही को सुसमाचार के रूप में प्रचार किया। आपके जीवन में परमेश्वर ने कितना अद्भुत काम किया है। कितनी बार आपको नौकरी नहीं था, परमेश्वर ने आपको अच्छा नौकरी दिया है, आपको अच्छा स्वास्थ्य दिया है, आपके जीवन में बहुत सारे अद्भुत काम किए हैं। कोविड के समय पर परमेश्वर ने आपको सुरक्षित रखा है। वो सब चीजों को आप अपने गवाही के रूप में आप बता सकते हैं। आपका जीवन, आपका अनुभव, आपकी गवाही आपका सुसमाचार है। On 2 Peter chapter 1 verses 16 and 17, the apostle Paul was saying, 2 Peter chapter 1 verses 16 and 2 Peter chapter 1 verses 16 and 17 and 18, ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടില്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. और हम देख सकते हैं पहला पत्रस उसका 16 और 17 18 में ऐसे लिखा है कि क्योंकि लिखा है कि जबकि हे पिता कहकर उससे प्रार्थना करते रोज बिना पक्षपात हर एक का काम के अनुसार न्याय करता है, तो अपने प्रदेश होने के समय भय से बिताओ। वहां पर उन्होंने लिखा है कि प्रभु के वचन के गवाही देकर उन्होंने प्रभु के पुनरुत्थान के गवाह है, उन्होंने देखा है परमेश्वर को पुनरुत्थान पाते हुए। അതാണ് ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് പീറ്റർ, ജോൺ ആൻഡ് ജെയിംസ്. അതാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇവരെ 3 പേരെയും കർത്താവ് എടുത്തുകൊണ്ട് ഇവരെ കൂട്ടി. അതാണ് കർത്താവ് താബോർ മല വെച്ച് കർത്താവ് രൂപാന്തരപ്പെട്ടു. ആ കർത്താവിന്റെ ശക്തിയും ആ തേജസ്സും ആ കണ്ട പത്രോസാണ് പറയുന്നത്, ഈ കർത്താവിനെ ഞാൻ പ്രഘോഷിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടെത്താൻ ഞാൻ പ്രഘോഷിക്കുന്നത്. അതാണ് പത്രോസ് എല്ലാവരോടും പറയുന്നത്. इसलिए ये लोग कह रहे हैं, जो पौलुस है, पतरस है, यूहन्ना है, ये इन लोगों ने यीशु मसीह को पुनरुत्थान पाते हुए देखा है, उद्धार पाए हुए, जो जीवित हुए यीशु मसीह को उन्होंने देखा है। इसलिए वो कह रहे हैं कि हम उसके महिमा के देखे हुए गवाह हैं। മോശയ്ക്കും ഇസ്രായേൽ ജനത്തിന് നിൽക്കാൻ പറ്റത്തില്ലാത്ത ആ ഗ്ലോറിയുടെ മുമ്പിൽ ഞങ്ങൾക്ക് നിൽക്കാനായിട്ട് പറ്റി. ആ ഒരു എക്സ്പീരിയൻസ് ആണ് പത്രോസ് എല്ലാവരോടും പറയുന്നത്. He could able to stand in front of the glory of the Lord, the glory which the Moses could not able to stand in the Old Testament. When you are reading book of Genesis, praise the Lord, in front of this glory he could able to see the same glory during the time of the transfiguration of Jesus Christ. यहाँ पे वो कह रहे हैं कि यीशु के रूपांतर पहाड़ पे जब यीशु ने रूपांतर पाया तो वहां पे वो उस महिमा के आमने सामने खड़े हो पाए। जो भी मूसा और उसके इजराइल लोग जो जिस महिमा के सामने वो खड़े नहीं हो पाए, उस महिमा के सामने पतरस यीशु के रूपांतर पहाड़ के आगे खड़ा हो पाया। അതാണ് 2 Peter chapter 1 verse 17 ഇതിൽ പറയുന്നത് വെച്ചാൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അത് ശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. इसलिए लिखा है दूसरे पत्रस के 1:17 में, क्योंकि जब उसने परमेश्वर पिता से आदर और महिमा पाई और उस प्रताप में महिमा में से ये वाणी आई, ये मेरा प्रिय पुत्र है जिससे मैं प्रसन्न हूँ। 2 Peter chapter 1 verses 18 ഇതിൽ പറയുവാണ് പത്രോസ് പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടായത് ഞങ്ങൾ കേട്ടു, നേരിട്ട് ചെവി കൊണ്ട് കേട്ട ശബ്ദമാണ്.
और हम देख सकते हैं दूसरे पत्र से 1:18 में लिखा है, तब वो हम उसके साथ पवित्र पहाड़ पर थे और स्वर्ग से वाणी आते हुए सुनी। तो उन्होंने बिल्कुल साफ साफ स्पष्ट रीति से उस पहाड़ पर परमेश्वर की वाणी को सुना। Apostle Peter was saying, I could hear this voice when I was with Jesus Christ during the time of the transfiguration of Jesus Christ. Praise the Lord. I don't want anybody's certificate to preach the gospel right now. This is my testimony. और उन्होंने ऐसे बोला कि मैंने खुद अपने कानों से सुना है प्रभु यीशु मसीह के परमेश्वर की वाणी को उस पहाड़ के ऊपर। मुझे किसी और के प्रमाण पत्र की आवश्यकता नहीं है। प्रभु के सुसमाचार को घोषणा करने के लिए मेरी गवाही है। പത്രോസിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു, എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് ഞാൻ പ്രഘോഷിക്കുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തി 4 അധ്യായത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ പ്രോസിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരെല്ലാം പറഞ്ഞ് അവർക്ക് എഴുത്തും വായന അറിയത്തില്ലാത്ത അവരുടെ അസാധാരണമായ ധൈര്യം കണ്ട് അവർ ആശ്ചര്യപ്പെട്ടെന്ന് പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് മണി കണ്ട കാര്യങ്ങൾ പറയാൻ ഇതിന് ഭയപ്പെടുന്നു. और हम देख सकते हैं कि वो लोग जो प्रेरित लोग, वो लोग उनके असाधारण हिम्मत को देखकर, प्रेरितों के कार्य 4 अध्याय में लिखा है कि वो अनपढ़ और साधारण व्यक्ति थे, लेकिन उनके अंदर हियाव को तो देखकर बाकी जितने लोग थे वो चकित रह गए, वो आश्चर्य रह गए। ऐसे लिखा है। ഇന്ന് നമ്മൾ ജീവിക്കുന്ന ദൈവത്തെ പ്രഘോഷിക്കുന്നത്. आज हम जीवित परमेश्वर की घोषणा करते हैं। ചിലപ്പോൾ ചർച്ചകളൊക്കെ നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ വീട്ടുകാർ നമ്മുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും, നാട്ടുകാർ നമുക്കെതിരെ പറയും, നമുക്കെതിരെ മോശമായിട്ട് എന്തെങ്കിലും പറയും. അവരെ നോക്കേണ്ട കാര്യമില്ല. അതാണ് അപ്പോസ്തലൻ ജോൺ വാസ് സേയിങ്, what I have seen in my eyes, what I heard, praise God, that is what I'm preaching. In Jesus Christ there is no darkness at all. Jesus Christ is a light of the world. और आप देख सकते हैं कि आपके घर में आप जब प्रभु के वचन घोषणा करेंगे, आपके परिवार में, आपके पड़ोस में लोग आपके विरुद्ध में आएंगे, लेकिन आपको डरने की जरूरत नहीं। जैसे प्रेरित यूहन्ना ने कहा कि जो मैंने देखा है मैं उस बात को कहता हूँ। यीशु मसीह में अंधकार नहीं, क्योंकि यीशु मसीह उजियाला है, और उन बातों को मैं बोलता हूँ क्योंकि मैं उसका गवाह हूँ। പൗലോസിന് ടെസ്റ്റിമണി ഉണ്ടായിരുന്നു കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട്. പൗലോസിന് 3 ദിവസം ഒന്നും കാണാൻ പോലും പറ്റില്ല. കാരണം he was a greatest prosecutor. He was prosecuting the church of God. Praise the Lord. When he came to know Jesus Christ, he was preaching the gospel because of our God has given a testimony to him. According to that testimony, he was preaching the gospel in Samaria, Judea, and Jerusalem. In all over the places, he was preaching the gospel. That means Jesus Christ is alive. और हम देख सकते हैं कि प्रेरित पौलुस के पास भी गवाही थी। वो 3 दिन तक वो कुछ देख नहीं पाए, क्योंकि वो कलीसिया को महा उपद्रव करने वाला, बहुत अधिक सताव करने वाला था। लेकिन जब यीशु मसीह को उसने जाना, तो वो यहूदिया में, सामरिया में और यरूशलेम में हर जगह जाकर वो प्रभु के सुसमाचार को घोषणा करने लगा। അതാണ് ഇന്ന് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട്. അന്ന് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പൗലോസ് ഒന്നും ലജ്ജിച്ചിട്ടില്ല. എവിടെയൊക്കെ പ്രോസിക്യൂഷൻ ഉണ്ടോ, എവിടെയൊക്കെ റിജക്ഷൻ ഉണ്ടോ, അവിടെയെല്ലാം കർത്താവിന്റെ വചനം ശക്തിയോടെ പ്രഘോഷിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമരപട്ടണം ഫിലിപ്പോസ് എല്ലാം ഇളക്കി മറിച്ചു എന്ന പോലെ സമരപട്ടണം ഇളക്കി മറിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. और हम देख सकते हैं कि प्रेरित लोग बिल्कुल भी डरते नहीं थे, वो हियाव के साथ प्रभु के वचन को सुना देते। हम देख सकते हैं कि सामरिया में जाकर फिलिप्पुस ने अद्भुत चिन्ह चमत्कार किया। क्यों किया? क्योंकि पवित्र आत्मा उनके साथ मिलकर उस वचन को पूरा करने में, साबित करने के लिए उतर के आता था। അതാണ് നിങ്ങൾ അതാണ് അപ്പോസ്തലന്മാർ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഒരാൾ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ഭയപ്പെടത്തില്ല. പ്രൈസ്. അപ്പോൾ കാരണം പൗലോസിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് കപ്പൽ അപകടത്തിൽപ്പെട്ടിരുന്നു. 14 ദിവസത്തോളം കപ്പൽ അപകടത്തിൽപ്പെട്ടിരുന്നു. സൂര്യചന്ദ്രന്മാരെ ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 27:20 പറയുന്നത്, വളരെ നാളുകളായിട്ട് സൂര്യനെ വെച്ച് നക്ഷത്രങ്ങളോ കാണാതെയും വല്ലാതെ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. പ്രൈസ് ദി ലോർഡ്. ആ ഒരു സിറ്റുവേഷൻ വരും വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുക്ക് ഓഫ് വേഴ്സ് 22 പറയുവാണ്, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണനെ ഹാനി വരിയില്ല. എങ്ങനെ പൗലോസിന് ഈ ധൈര്യം കിട്ടി? കാരണം the power of the Holy Spirit, it was in Apostle Paul. और हम देख सकते हैं प्रेरित पौलुस के साथ जहाज में दुर्घटना हुई थी। हम पढ़ सकते हैं उसको प्रेरितों के कार्य 27 के 20 में, जब बहुत दिनों तक ना सूर्य ना तारे दिखाई दिए और बड़ी आंधी चलती रही, तो अंत में हमारे बचने की सारी आशा जाती रही। ऐसे कठिन परिस्थिति में भी जब सारी आशा जाती रही, तो भी पौलुस हिम्मत के साथ दृढ़ होकर पौलुस उनके बीच में खड़ा होकर बोला कि जहाज को ये विपत्ति आज आ जाएगी, लेकिन लोगों में से किसी को कोई हानि ना होगी करके पौलुस ने वहां पे घोषणा किया। ये हिम्मत कहां से आई? ये हिम्मत पवित्र आत्मा की सामर्थ के द्वारा मिली उसको।
അതാണ് കർത്താവിന്റെ വചനം എന്ന പൗലോസ് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 23 ചാപ്റ്റർ 27 വേഴ്സ് 23 and 24 ഇതിൽ പറഞ്ഞു വെച്ചാൽ കർത്താവരാണ്. അപ്പം ഞാൻ സേവിച്ചിരിക്കുന്നതിനാൽ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം വെച്ചാൽ പൗലോസിന് കർത്താവിൻ്റെ അടുത്തിന്റെ പ്രോമിസ് കിട്ടിയിരിക്കുന്നു. പ്രൈസ് നിങ്ങൾക്കൊരു പ്രോമിസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ കർത്താവിന്റെ വചനം കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ ആ കർത്താവിന്റെ വചനത്തെ പ്രതി കർത്താവ് നിങ്ങളെ ഡെലിവറി ചെയ്യും. और आप देख सकते हैं कि पौलुस की जब इतनी विपरीत परिस्थितियां है तो 27 के 24 में लिखा है कि प्रभु का स्वर्गदूत उसके पास आकर ऐसे कहता है, हे पौलुस मत डर, तुझे कैसर के सामने खड़ा होना अवश्य है। देख परमेश्वर के सामने खड़ा होना अवश्य है। जो सब भी तेरे साथ यात्रा करते हैं उन सबको परमेश्वर ने तुझे दिया है करके स्वर्गदूत आकर पौलुस को बोलते हैं। ये हिम्मत कहाँ से पौलुस को मिली? ये परमेश्वर का वायदा है जो पौलुस को मिला था। ऐसे आप लोग को भी परमेश्वर का वायदा मिला है, इसलिए आपको डरने की जरूरत नहीं, चाहे कितनी भी विपरीत परिस्थिति क्यों ना आ जाए। അതാണ് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 34 ഇതിൽ പറയാണ് പൗലോസ് എല്ലാവരും എൻകറേജ് ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്റ്റൽ പൗലോസ് എൻകറേജിങ് ടു ഈച്ച് വൺ ഓഫ് ദം. ഹൗ ഹി വാസ് എൻകറേജിങ്. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 34 ഇതിൽ പറഞ്ഞ് അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതാണല്ലോ. നിങ്ങളിൽ ഒരുത്തൻ്റെയും പൗലോസ് അവർക്ക് കൺഫർമേഷൻ കൊടുക്കുകയാണ്, അവരോട് ഉറപ്പ് കൊടുക്കുകയാണ്. പ്രൈസ് നിങ്ങൾ ഒരുത്തൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകത്തില്ല, നിശ്ചയം എന്ന് പറഞ്ഞു. അതാണ് ഹൗ ദ അപ്പോസ്റ്റൽ പോൾ could able to say the 100% you will never get perished to all the people, right? Because the spirit of the Lord was with him. Praise the Lord. ഹല്ലേലൂയ. അന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട വ്യക്തികളാണെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് ഉറപ്പ് തരും, നിങ്ങൾക്ക് ഒന്നും പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് കർത്താവിന്റെ വാഗ്ദത്തത്തിൽ വിളിച്ചപ്പെട്ട വ്യക്തികളാണ് നിങ്ങളെല്ലാവരും. और हम देख सकते हैं कि प्रेरित पौलुस वहां पे लोगों को प्रोत्साहित कर रहा है। कहां पर लिखा है? प्रेरितों के कार्य 27 के 34 में लिखा है, इसलिए तुम्हें समझाता हूं कि जो कुछ खा लो कि जिससे तुम्हारा बचाव हो, क्योंकि तुम में से किसी के सर का एक बाल भी ना गिरेगा। तो ये हिम्मत कहां से मिली? पवित्र आत्मा के द्वारा पौलुस को ये हिम्मत मिली क्योंकि उसने वायदे को पाया है। अगर आपने वायदा पाया है प्रभु का, तो मैं कहता हूं कि आपको कुछ हानि ना होगी। कुछ भी आपके विरुद्ध में क्यों ना आ जाए, कितनी भी विपरीत परिस्थिति क्यों ना आ जाए, लेकिन आपको कोई भी हानि ना होगी। Under 5 to 6 minute time I'm going to close this session. Praise the Lord. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ നോക്കിയിട്ട് നമ്മൾ കർത്താവിന്റെ വചനം പ്രഘോഷിക്കാൻ നിർത്തരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ വചനം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ദിവസം എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോസ്റ്റൽ കോളിംഗിലേക്ക് നടന്നു പോകണം എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അത് കർത്താവ് നമ്മളിലൂടെ അത് റിവീൽ ചെയ്ത് തരണം എങ്കിൽ നമ്മൾ ദിവസം എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണം. ഒരു ദിവസം വരും വേസ്റ്റ് നമ്മൾ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ചില ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫാമിൻ ടൈം ആയിരിക്കും. ആ ഫാമിൻ ടൈമിലും ഇസ്ഹാക്ക് വിതച്ച പോലെ നമ്മൾ വിതയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. എന്ന് കഴിഞ്ഞ് അങ്ങനെ വിതച്ച് കഴിയുമ്പോൾ ആ സമയമാകുമ്പോൾ ഒരു കൊയ്ത്തുണ്ട്. ഒരു വിതയുണ്ടെങ്കിൽ അതിനൊരു കൊയ്ത്തുണ്ട് നിശ്ചയം. और आप देख ले कि आपकी कितने भी विपरीत परिस्थिति आ जाए, प्रभु के वचन घोषणा करना बंद मत करें, क्योंकि आप हमेशा याद रखें कि कोई भी विपरीत परिस्थिति आती है तो वहां पे कटनी जरूर है। तो आप ये बात को समझे कि जहां पर आप बोते हैं वहां पर आप प्रभु के उस कटनी को काट सकते हैं। ഞാനൊക്കെ കർത്താവിന്റെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം ഒരാൾ എന്നെ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. 2017 2018 19 അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഒത്തിരി പേര്, ഒത്തിരി ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രൈസലോ അവർ കർത്താവിന്റെ വചനത്തെ എൻകറേജ് വരാനായിട്ട് ഇടവന്നു. പ്രൈസലോ. ഇന്ന് എന്നെ റിജക്റ്റ് ചെയ്ത ആ സിറ്റിയിൽ 7ഓളം പേര് സ്നാനപ്പെട്ടു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 7ഓളം പേര് സ്നാനപ്പെട്ടു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇനിയും സ്നാനത്തിനോട് ആൾക്കാരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഒരു 10-40 വർഷം എക്സ്പീരിയൻസ് ഉള്ള പാസ്റ്റേഴ്സൊക്കെ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അവർ പരസ്പരം പറയുക, ഞങ്ങൾക്ക് ഇന്നവരെ ഒരാളെയും സ്ഥാനപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ കർത്താവ് നിങ്ങളുടെ കൈകാര്യം നിങ്ങൾ ചെയ്യിക്കും. പ്രൈസ് ലോർഡ്. നമുക്കറിയാവുന്നവർ നമ്മൾ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരുടെയും കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. പ്രൈസ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടന്നില്ല എന്ന് വിചാരിച്ച് നടക്കുകയേലമല്ല. പ്രൈസ്. കർത്താവിന്റെ വചനം കയ്യിലെടുത്ത് ഒറ്റ കാരണത്താൽ ഈ ദൈവം നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. और हम देख सकते हैं कि जब मैं 2018 19 20 में जब वचन घोषणा करता था, कोई मुझ पर ध्यान नहीं देता था, लेकिन बाद में लोग प्रोत्साहित होने लगे, प्रभु के वचन की ओर आने लगे। और जहां पे जिस शहर में मुझे लोगों ने तिरस्कार किया, उसी शहर के अंदर 7 लोगों से अधिक लोगों को मैंने बपतिस्मा दिया। ये 30-40 साल के अनुभव करने वाले 5-5 लोग भी हैरान होकर बोलते थे कि हमने भी आज तक किसी को बपतिस्मा नहीं दिया है, लेकिन ये कैसे हुआ? लेकिन मैं आपसे कहना चाहता हूँ, प्रभु की वचन घोषणा करना आप बंद ना करें। प्रभु के वचन को आप घोषणा करते रहे, चाहे कितनी भी मुसीबतें आपके खिलाफ क्यों ना आ जाए, लेकिन आप प्रभु के वचन को घोषणा करना जारी रखें। प्रभु आपके द्वारा अद्भुत बातों को करना चाहता है। അതാണ് പറയുന്നത്, നമ്മൾ കർത്താവിന്റെ വലിയ ശക്തിപ്പെട്ട് തന്നെ മുന്നോട്ട് വേണം. ഒരു നാൾ ഒരു കൊയ്ത്ത് കർത്താവ് നമുക്ക് തരും.
हमें प्रभु के वचन के सामने ही सामर्थ्य रीति से आगे बढ़ना है। एक दिन एक कटनी प्रभु जरूर देगा। പാട്ട് പാടുന്നവർ പാട്ട് പാടണം, പ്രൈസ് ലോർഡ്. ട്രാൻസ്ലേറ്റ് ചെയ്യണം, പ്രീച്ച് ചെയ്യുന്നവർ പ്രീച്ച് ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കുന്നവർ സഹായിക്കണം, ഹോംലെസ് ഫീഡ് ചെയ്യുന്നവർ ഹോംലെസ് ഫീഡ് ചെയ്യണം, ട്രാക്റ്റ് കൊടുക്കുന്നവർ ട്രാക്റ്റ് കൊടുക്കണം. കർത്താവിന്റെ വചനം മറ്റുള്ളവർ മുമ്പിൽ സാക്ഷ്യം പറയണം. നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രൈസ് ലോർഡ്. ഒരു നാള് കർത്താവ് നമ്മളെ ഉയർത്തും. और हमें देखना है, हम अगर आराधना करते हैं, हमें आराधना करना है, हम ट्रांसलेट करते हैं, हम ट्रांसलेट करना है, प्रचार करना है। अगर हम करते हैं तो प्रचार हमें करते ही रहना है। अगर हम गरीब लोग की मदद करते हैं तो हमें वो सहायता करते रहना है। अगर हम ट्रैक्ट बांटते हैं, हमें ट्रैक्ट बांटते रहना है। प्रभु के वचन अगर हम घोषणा करते हैं तो हमें घोषणा करते ही रहना है, क्योंकि हमें रुकना नहीं है। हम जब करते रहेंगे तो एक दिन जरूर प्रभु हमें उठाएगा। ഇന്ന് സിസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വഴിയായിട്ട് ഇന്ന് ബ്രദർ ജോഷുവ പ്രീച്ച് ചെയ്ത് സിംഗ് ചെയ്ത ബ്രദർ ജോഷുവ സിംഗ് ദ song. Sister was Amita was translating the gospel. Now I am preaching the gospel. But God is saying, I'm not at all unjust to forget. I'm not at all unjust to forget the work which you have done for me. Praise the Lord. और आज जब ब्रदर जोशुआ जब वर्शिप कर रहे थे, आराधना कर रहे थे, और जब सिस्टर यहाँ पे अनुवाद कर रही है, मैं प्रभु का वचन यहाँ पे प्रचार कर रहा हूँ, तो मैं कहना चाहता हूँ, हमारा परमेश्वर ऐसे एक पक्ष करने वाला, पक्षपात करने वाला परमेश्वर नहीं है। और वो परमेश्वर बिल्कुल अन्याय नहीं करता है। हमारा परमेश्वर न्याय करता है, हम सबको अपने कामों के अनुसार प्रतिफल देता है। Our God was not at all unjust to forget the work, the hospitality which Abraham did for God. Praise the Lord. That Abraham gave a very good hospitality to the three angels of the Lord, including one, through two angels and one God. Praise the Lord. And God, when they visit Abraham's place, Abraham gave very good hospitality, nice food. Because of this reason, after 430 years later, praise the Lord, when all the children of Israel, when they were calling to Jesus Christ, our God gave, that one, our God has delivered all the children of Israel from the land of Egypt to the promised land of Canaan, because that time our God has remembered the hospitality which Abraham had given, Abraham gave to Jesus Christ. और हम देख सकते हैं कि जब अब्राहम के पास जब 3 स्वर्गदूत आए थे, तो वहां पर जो अब्राहम ने खातिरदारी किया था उनका और स्वागत किया था, वो सब कुछ भूलने वाला परमेश्वर नहीं है। हमारा इतना अन्याय करने वाला परमेश्वर नहीं है कि वो अब्राहम के उन कामों को भूल जाए। तो हम देख सकते हैं कि अब्राहम के संतान लोग जब 430 साल तक गुलामी में रहे, जब वो छुटकारे के लिए चिल्लाते रहे, तो परमेश्वर ने उनकी वाणी को सुना और परमेश्वर ने उस बात को याद किया, स्मरण किया जो अब्राहम ने किया था, और उन लोगों को, उन जन को छुड़ाया। Yes, I want to say one thing to all the people right now. If you are doing something for God, definitely our God will remember the work which you are doing for God today. Right? Your generation will get the blessings in in their life. That means you yourself will receive the blessings. You will never get perished. Wherever you are walking, that's what 1 John chapter 5 Bible says. Praise the Lord. You will be more than a conqueror in Christ Jesus. You will be a successful person in all the places, in all the days, wherever you are walking. और मैं आप लोगों से कहना चाहता हूँ, आप अगर प्रभु के लिए कोई काम को करते हैं तो वो काम निष्फल कभी नहीं होगा। वो काम का प्रतिफल आपको जरूर मिलेगा। वो परमेश्वर आपको जरूर आपके पीढ़ियों तक उस आशीष को आपके द्वारा और आपके पीढ़ियों तक उस आशीष को जरूर पहुंचाएगा। जैसे प्रभु का वचन कहता है कि हम जयवंत से भी बढ़कर है, इसलिए परमेश्वर हमें हर जगह पर हर समय जयवंत करता है। Yeah, 1 John chapter 1, 1 John chapter 2, verses 20 and 27. 20 and 27, I would like to read this Bible verse. I have to close this session right now. ഇതാണ് പറയുന്നത്. 1 John 2:20 വാക്യവും 27 വാക്യം. ഇതിൽ പറയുന്നത്, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പിക്കാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ഉപേക്ഷിച്ച് തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. ഈ അഭിഷേകം തന്നെ, അനോയിന്റിങ് നമ്മളെ ടീച്ച് ചെയ്യും. നമുക്ക് വേറെ ആളുടെ ടീച്ചിങ് ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദ ഫാൾസ് പ്രോഫിറ്റ്സ് ഫാൾസ് ടീച്ചിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവിന്റെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമ്മളെ ടീച്ച് ചെയ്ത് പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുമ്പോൾ നിൽക്കേണ്ട സ്ഥലം മേരിയും, സ്ട്രീറ്റിൽ പോയി നിൽക്കേണ്ട സ്ഥലം മേരിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു തരുവാൻ. और मैं आपको कहना चाहता हूँ, पहला यूहन्ना उसके 2:20 में ऐसा लिखा है, परंतु तुम्हारा तो उस पवित्र से अभिषेक हुआ है और तुम सब कुछ जानते हो। मैंने तुम्हें इसलिए नहीं लिखा कि तुम सत्य को नहीं जानते, पर इसलिए कि उसे जानते हो, और इसलिए कि कोई झूठ सत्य की ओर से नहीं। तो यहाँ पर लिखा है कि प्रभु का अभिषेक ही है जो हमें हर बातें सिखाता है। इसलिए हमें कोई गलत उपदेश, झूठे भविष्यवाणी के पीछे जाने की जरूरत नहीं, क्योंकि प्रभु का अभिषेक हमें सब कुछ सिखाता है, पवित्र आत्मा हमें सब कुछ सिखाता है। कई बार जब मैं जाता था प्रभु के सुसमाचार को घोषणा करने, तो कहाँ पर सुसमाचार को सुनाना, ये सब कुछ बातें पवित्र आत्मा मुझे स्पष्ट रीति से बताता था। അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ പറയാനായിട്ടുള്ളത്, നമ്മൾ കർത്താവിന്റെ അഭിഷേകം പ്രാപിച്ച വ്യക്തികളാണ്, ദൈവമക്കളാണ്.
പരിശുദ്ധാത്മാവിന്റെ ധൈര്യവും അഭിഷേകം നമ്മൾക്ക് തന്നു കഴിഞ്ഞു. ജ്ഞാനത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നു കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 1:3 നമ്മൾ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എല്ലാത്തിനും പരിശുദ്ധാത്മാവ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവവേലയിൽ നമ്മൾ ദിവസം ശക്തിപ്പെടണം. അങ്ങനെ നമ്മൾ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിക്കാതെ 10ാം ക്ലാസ്സിൽ ഇരിക്കത്തില്ല. ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റഡി ദ 10th ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. Then only we can reach the later on the 10th standard, the college and university. Just slowly our God will teach and each and everything in your life. Praise the Lord. Hallelujah. അതങ്ങനെ ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് അപ്പോസ്റ്റൽമാർ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യാൽ നമുക്ക് ചെയ്യാനായിട്ട് കിട്ടും. അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും നമ്മുടെ പൊടി തട്ടി എഴുന്നേൽക്കണം. പ്രൈസ്. ചർച്ചുകളെല്ലാം ഉണരട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അടഞ്ഞിറക്കുന്ന വാതിലെല്ലാം തുറന്നു വരട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മാന്തതയൊക്കെ മാറിയിട്ട് ഈ ദൈവത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പൊസിഷനെയൊക്കെ മാറ്റി ദൂരെ കളഞ്ഞ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വലിയ വലിയ സഭയുടെ പൊസിഷൻ എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞ്. ഒന്നും അല്ല. പച്ചയായിട്ട് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് ദൈവസഭകളൊക്കെ ഉണർന്ന് അങ്ങനെ 800 കോടി ജനങ്ങളും നമ്മൾ ഉണർന്നാൽ ദേശം ഉണരും. അങ്ങനെ ഒരു അവസ്ഥ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ഇവിടെ ഇടവരുത്തും 2023. അറിയാവുന്ന പറഞ്ഞു. जैसे कि प्रभु के वचन में लिखा है कि एफेसियों के पत्र उसके 1:3 में से लिखा है, प्रभु ने हमें सारा अभिषेक दिया है, स्वर्गीय स्थानों की सारी आत्मिक आशीष दिया है. इस वजह से हमें किसी बात की फिक्र करने की जरूरत नहीं. प्रभु ने हमें सारी आशीष दिया है, वो बल दिया है. हमें प्रभु के वचन के सुसमाचार को हमें सामर्थ्य के साथ घोषणा करना है. हमें डरना नहीं है. अगर हम खड़े होंगे, हम उठेंगे, हम जागरूक होंगे, तो हम इस देश के कलीसियाओं को जो ऐसे मरे हुए पड़े हैं, सन्नाटे में पड़े हैं, वो प्रभु की कलीसियाओं को हम जागरूक कर सकते हैं. लोगों को हम जगा सकते हैं. एक बेदारी की और जागृति की ओर हम लेकर जा सकते हैं. लेकिन हमें लोगों को सुसमाचार सुनाना है ताकि धूल झपट कर हम खड़े हो जाए और अन्य लोगों को अपने साथ मिलकर हम खड़ा कर सकें. I want to pray for everybody those who are watching online. Praise the Lord. Hallelujah. നമുക്ക് വലിയ ശക്തിയോടെയും വലിയ ചാടിമറിഞ്ഞ് പ്രസംഗിക്കാൻ പറ്റിയതെങ്കിലും പ്രൈസ് ദി ലോർഡ് അല്ല everybody could how I can able to how Holy Spirit was leading me. According that I could preach the gospel to everybody. Praise the Lord. I know that all the people are watching online. You could follow what I said. Praise the Lord. Hallelujah. Our God has given you a greatest duty. You have to walk every day. You have to practice in Christ Jesus. You have to do something for Jesus Christ. You have to go forward. If you are going forward, our God is with you. If our God is for you, who can stand against you? Nobody can stand against you, because you are getting the wisdom, the knowledge, the power, the ability, and everything from Jesus Christ. You cannot do anything by yourself, your own effort. So that each and every people, pray to never look at anybody. I'm going to close this session. I'm going to pray right now. Never look at anybody. Never, when you're preaching gospel, never look at your family members, your brothers, your sisters, your father, your mama and dad, your roommate, your classmate, anybody. Praise the Lord. They will, if any of the people are standing against the gospel, praise the Lord, tomorrow they will die. They will go to heaven or hell, but you will be here because you are preaching the gospel. You are walking the promise of the Lord. Our God will give you the long life for you. Praise the Lord. So that let us raise our hand. We can bear 1 minute to the Lord right now. Everybody please raise up your hand. I want to pray for you. Especially the people are suffering the sickness, the body pain, neck pain, the back pain, the bone pain, arthritis, HIV positive, the cancer, the heart block, praise the Lord, hallelujah, the tumors, any kind of sickness, various kind of sickness. I'm not healing like what Apostle Peter said, book of Acts chapter 3. I don't have, praise the Lord, silver or gold. What I have, praise the Lord, in my heart, that I'm handing over to each and every people, that I'm handing over to you, praise the Lord, that the crippled person was hearing what Apostle Paul was saying, Apostle Peter was saying, praise the Lord. When he heard what Apostle Paul said, praise the Lord, get up and walk, rise up and walk. The same time, not after 2 weeks, not after 1 week, the same time, the same moment, the crippled person received the strength, all his ankle bones and all his body. He was jumping and dancing and praising the Lord. Praise the Lord. Hallelujah. All the people, those who are in the Jerusalem temple, they were thinking, when they were looking at this crippled person, they were thinking he will die in his position, in this position. But the God's plan was different. Praise the Lord. Our God's plan was that crippled person should stand and walk and praise the Lord. This is the God's plan towards you and me today. The people are watching online. Maybe you are a blind person today. You have to open your eyes. You have to see very well. You have to enjoy the beauty of the Lord. This is the will of God. The people, those who are in the point of the death,
Maybe the medical science will say, that you will get die. The will of God is you will never get die. You will live in this world. Praise the Lord. You will get a long life, and you have to praise our Lord. You have to witness our Lord in front of everybody. This is the will of God towards you and me. Let us raise our hand. Praise the Lord. Wherever you are right now, you can raise up your hand. Wherever you are suffering the sickness, praise the Lord. Give the hands of the Lord right now. Say your mind, by the stripes of Jesus Christ, I'm healed right now. So that when you say, like, when I'm praying right now, somebody will receive the healing. Praise the Lord. People will receive the power of the Lord right now. I know that when the power of the Lord, it is moving right now. We are in the presence of the Lord right now. I want to pray right now. Please raise up your hand. I want to pray for you. Heavenly Father, in the name of Jesus Christ, I pray for all the people right now. The people are watching from UK, Europe, and Africa, North and South America, and Asian countries. I pray for each one of them. First of all, I sprinkle the blood of Jesus Christ each one of them right now. The spirit of infirmities, the spirit of sickness, the spirit of anxiety, the spirit of tumor, the spirit of arthritis, the spirit of cancer, the spirit of heart block, the spirit of some liver function is not well. Praise the Lord. Somebody is watching right now. The spirit of that abnormal something is happened in your liver right now. In Jesus' name, I sprinkle the blood of Jesus Christ right now. In Jesus' name, I sprinkle the blood of Jesus Christ right now. I cast out right now. According to Matthew chapter 18 and 18, whatever I bind on this earth, it will be bound on this heaven. Whatever I loose on this earth, it will be loosed in the heaven. Praise the Lord. And also you gave the authority over the serpents and scorpions, over all the powers of the enemies, according to the authority. Heavenly Father, I take the authority right now. I sprinkle the blood of Jesus Christ over all the people are suffering the infirmities right now, those who are watching online, those who are having the sickness right now, in the sickness right now. In Jesus' name, I command, I cast out right now the spirit of sickness, God right now, in Jesus' name. Leave their body right now, in Jesus' name. In Jesus' name. In Jesus' name. Receive the healing right now. The blind person, open your eyes right now. You can close your eyes. Okay, you can open. The blind people are watching right now. You can close, you can place your hand in your eyes right now. Then you can open your eyes right now. The healing is happening right now. You can see right now. Praise the Lord. The people cannot raise your hand. Try to raise up your hand. In the name of Jesus Christ, I declare the healing right now. Raise up your hand. The power of the Lord is moving right now. The people cannot able to walk right now. Praise the Lord. The back pain, remove God right now. The spirit of back pain right now, in Jesus' name. The spirit of headache, God right now, in Jesus' name. In Jesus' name. In Jesus' name, I pray. In Jesus' name. Amen. The people are watching online, please check up. Lots of miracles happened. Okay. I pray for Heavenly Father. I pray for the revival of UK, the Europe, Africa, North and South America, and Asian countries. I pray for India, our country. I pray for each provinces, North India and South India and Kerala, and everybody right now, Father. The people are facing the persecution. In Jesus' name, I cancel the persecution. The persecution cancel. യേശുവിന്റെ നാമത്തിൽ. അതേപോലെ തന്നെ കോർട്ടിലുള്ള ആൾക്കാർ പ്രോസിക്യൂട്ട് ജയിലിലുള്ള ആൾക്കാർ പുറത്തു വിടും. Let them come out in the name of Jesus. According to Matthew, book of Acts chapter 12, and Apostle Peter could able to come out from the prison by the power of the Holy Spirit. I declare the same power right now in the prison. In Jesus' name. Heavenly Father, I pray for everybody. Those who join in this group right now. I pray for Sister Amida right now. I bless her sister. All the things what our sister is doing, our brothers and sisters, in all the areas, spiritually and physically, all the areas. Heavenly Father, I pray for Brother Joshua right now. Our brother Joshua in all the areas of the life. I pray for Sister Rebecca right now. Join here. I pray for Sister to receive the 100% healing right now in her body, in Jesus' name. I pray for Pastor Simon. Join here. I pray for the pastor right now. In Jesus' name, I bless his pastor and family. Those who are supporting this ministry by seed and by prayer. Heavenly Father, I pray for them. Thank you for their giving the anointing, double portion of anointing, more anointing to them, spiritually and physically and financially. Heavenly Father, once again more, I pray for each one of them. In Jesus' name, I pray. Do you want to say amen? Praise the Lord. Hallelujah. Okay, എനിക്കറിയാം അഭിഷേകത്തിന്റെ ശക്തിയായിരുന്നു വൈകിട്ടിരുന്നത്. അനേകം ആൾക്കാർക്ക് സൗഖ്യം കിട്ടി. Lots of people could receive the healing right now. Praise the Lord. Hallelujah. If you could receive the healing,
വാട്ട് യു ഹാവ് ടു ഡു ദാറ്റ് ഈസ് യുവർ ഗോസ്പൽ. ഓക്കെ, അതാണ് നിങ്ങളുടെ ഗോസ്പൽ. ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കൽ, പുറത്തോട്ട് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട്ടിൽ ഇരുന്ന് കഞ്ഞിയും ചായയും കുടിച്ച് ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കുക ആൾക്കാർ, പാസ്റ്റർമാരെ അടക്കമുള്ളവരെ ഞാൻ പറയുന്നത്. നിങ്ങളുടെ പൊസിഷനൊക്കെ മാറ്റി വെക്കണം. വീട്ടിൽ റെവറൻറ്റ് ബിഷപ്പാന്ന് മാറ്റി വീട്ടിൽ കുത്തിയിരിക്കരുത്. എല്ലാവരും പൊടി തട്ടി പുറത്തോട്ട് ഇറങ്ങും. ദൈവരാജ്യം വളരുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ലെ പറഞ്ഞു കേൾക്കുന്നുണ്ടോ എല്ലാവരും? അപ്പം എല്ലാ പാസ്റ്റർമാരും നിങ്ങളുടെ പൊസിഷൻ നോക്കാതെ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല. എല്ലാവരും പുറത്തോട്ട് ഇറങ്ങണം. ദൈവരാജ്യം വളരണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പുറത്തോട്ട് ഇറങ്ങണം. കർത്താവ് വിട്ട് ചെറിയൊരു അഭിഷേകം തന്നിട്ടുണ്ടെങ്കിൽ ഒരു അനുഭവം, ഈ അനുഭവം മറ്റുള്ളവർ പറയണം. അതാണ് നമ്മുടെ ഗോസ്പൽ. പ്രൈസ്. അത് കഴിഞ്ഞ് കർത്താവിനെ പറ്റി കർത്താവിൻ്റെ വലിയ പേര് പുറത്ത് ആദ്യം നമ്മുടെ ടെസ്റ്റ് മണി പറയാം. പ്രൈസ് ദി ലോർഡ്. ആ ബൈബിൾ അറിയാവുന്ന ബൈബിളാക്കി നിങ്ങൾ പറയും. കർത്താവ് വിടുവിക്കും. അനേകം ആൾക്കാരെ കർത്താവ് വിടുവിക്കും. അനേകം ആത്മാക്കൾ കർത്താവിലേക്ക് വരും. പ്രൈസ്. ഇന്ന് തൊട്ട് എല്ലാവരും, ടുഡേ ഓൺവേർഡ്സ്, ഈച്ച് ആൻഡ് എവരി പീപ്പിൾ, ഐ എം സെയിങ്, doesn't matter which country, which place you are from, you have to say your testimony, what our God has done in your life. Praise the Lord. That should be your gospel. That is your gospel. Praise the Lord. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം വ്യാഴാഴ്ച മലയാളത്തിൽ സെഷൻ ഉണ്ട്. ആഴ്ച 2 ദിവസമാണ്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും മലയാള സെഷൻ എടുക്കാനായിട്ട്. ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷ് സെഷനും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട്, സെപ്പറേഷൻ വരാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളായിരിക്കുന്ന കൺട്രിയിലേക്ക് ഞാൻ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാനായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു കം ടു യുവർ കൺട്രി ടു പ്രീച്ച് ദ ഗോസ്പൽ. അവർ ഗോഡ് വിൽ ടേക്ക് മീ ടു ദെയർ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.